Hi guys, welcome to Techie Boy. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൾസർ 150, 180, 220 ഇതിനകത്ത് എങ്ങനെ നമുക്ക് HP-ൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റർ വെക്കാം. അതായത് ഇതിപ്പോൾ ചെറിയ പൈസേൻ്റെ 350 രൂപേൻ്റെ പവർ ഫിൽറ്ററാണ് HP-ൻ്റെത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ വെക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി ആദ്യം ഈ കവറെല്ലാം അയച്ചു മാറ്റണം. വണ്ടീൻ്റെ സൈഡ് കവറെല്ലാം അയക്കണം. പിന്നെ നമുക്ക് ഇപ്പോൾ രണ്ട് രീതിയിൽ വെക്കാം. വെക്കാന്ന് വെച്ചാൽ ഒന്ന് ബോക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ബോക്സ് ഊരി മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വെക്കാൻ പോകണമെന്ന് വെച്ചാൽ ബോക്സ് ഇപ്പോൾ ഫുള്ളായിട്ട് ഊരി മാറ്റിയിട്ടാണ് വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഊരണമെങ്കിൽ 1, 2, 3, 4 സ്ക്രൂ ഉണ്ട്. പിന്നെ ഈ ബോക്സ് ഇങ്ങോട്ടേക്ക് ഊരണമെങ്കിൽ ഈ ഇത് ഊരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇളക്കി എടുക്കണം, എന്നാലേ ഈ ബോക്സ് വരുള്ളൂ. ഈ ബോക്സ് വരണമെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ജോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ അടിയിലേക്കും ബോക്സ് ഉണ്ട്, വരൂല. ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കാം. അതിനിപ്പോൾ ഈ ഫുഡ് റെസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഊരണം. അപ്പോൾ ഞാനിത് ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് തൽക്കാലം ഈ 3 നെട്ട്, അതായത് സൈലൻസറിൻ്റെ ഇവിടത്തെയും പിന്നെ ഈ നെട്ടും പിന്നെ അടിയിലത്തെ ഈ നെട്ടും ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ലൂസാക്കിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഊരാൻ ഈ സൈസുള്ള സ്പാനറൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം വർക്ക്ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടല്ല ഈ പ്ലെയറും കൊണ്ടൊന്ന് ഊരാൻ പറ്റുന്ന രീതിയിൽ ഈ 3 നെട്ട് ഞാൻ ലൂസാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നും ഇല്ല ഊരാൻ. നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി തരുമെന്ന് ചോദിച്ചാൽ ലൂസാക്കാനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതും കൊണ്ട് ഊരാനാണ്. അപ്പോൾ നമ്മളിത് ഊരിയിട്ടുണ്ട്. ഇതിങ്ങോട്ടേക്ക് തള്ളിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഫുള്ള് ഊരി മാറ്റണമെന്നില്ല. ഇനി നമുക്ക് ഈ ബോക്സാണ് ഊരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 4 നെട്ട് അയക്കണം ഇവിടെ നിന്നുള്ള. അപ്പോൾ നമുക്കിനി ഈ ബോക്സിൻ്റെ സ്ക്രൂ വയ്ക്കാനായിട്ട് 10 വേണ്ടതാണ് വേണ്ടത്. നമുക്കിനി ഈ ബോക്സ് എടുക്കണമെങ്കിൽ ഈ മേലത്തെ ഈ ക്യാപ്പ് വേണ്ട, നമുക്ക് ഈ ക്യാപ്പ് ഊരണം. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഊരി പോകണതേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ മൊബൈലിൽ എടുക്കണതുകൊണ്ട് ചെറിയൊരു എല്ലാ സ്ഥലത്തും ക്യാമറ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബോക്സ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അടിയിലൊരു വയറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ താത്തി കൊടുത്ത് ബോക്സ് മെല്ലെ ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ ബോക്സ് വരും. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. ഇത് കാർബേറ്ററിൻ്റെ അവിടെ കൊടുത്തുന്ന പൈപ്പാണ്. നമ്മളെ ഫിൽറ്റർ ബോക്സ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മളെ ഫിൽറ്റർ ബോക്സ്. ഈ പൈപ്പ് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഊരണം. ഇതാണ് നമ്മളെ ഇതിലെ ഈ ഫിൽറ്ററിലേക്ക് നമ്മൾ കൊടുക്കാൻ പോണ പൈപ്പ്. ഇതിനി ലൂസാക്കിയതിന് ശേഷം ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ടിങ്ങ് പോരും. ഈ പൈപ്പിലാണ് നമുക്ക് ഫിൽറ്റർ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫിൽറ്റർ ബോക്സിൻ്റെ അകത്തുനിന്ന് ഇളക്കിയിട്ടുള്ള പൈപ്പ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് വെക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന റിങ് പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ലോക്കൽ റിങ് വാങ്ങിച്ചിട്ടേക്കാനാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഇതിങ്ങനെ ഉള്ളിലോട്ട് നന്നായി കയറ്റി വെക്കണം. കയറ്റി വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് അവിടെ നിൽപ്പിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ അകത്ത് ഊരിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫിൽറ്റർ വെക്കുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോവാം. ഉള്ളിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അമർന്നു പോവുകയുള്ളൂ. ഇത് കണ്ടാ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിന് പറ്റിയൊരു PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ആ ചെറിയ ഗ്യാപ്പെല്ലാം PVC പൈപ്പിൻ്റെ കഷ്ണം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇറുക്കി വെച്ചിട്ടുണ്ട് ടൈറ്റിൽ. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് കയറ്റി
ഇവിടം വരെയും കയറും. ഇതിൻ്റെ അപ്പുറത്ത് അതായത് ഇവിടം വരെ ഇത്ര വരെ കയറുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫുൾ ടൈറ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതാണ്ട ഇതിങ്ങനെ അമർന്നു പോകും, ടൈറ്റ് ആൻഡ് റോഡ് ഇങ്ങനെ അമർന്നു പോകും. ഇതാകുമ്പോൾ ഇവിടെ കറക്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ ടൈറ്റ് ആയിട്ട് ഇരുന്നു വരും. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് ഈ കാർബറേറ്ററിലോട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ മേലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം. നമ്മൾ പൈപ്പ് കയറ്റിയതാ ഇവിടം വരെ ഉണ്ട്. നമുക്ക് ഇവിടം വരെയും കയറ്റിയിട്ട് അതായത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ സൗണ്ട്. ഈ എത്രത്തോളം നമ്മളെ മൈക്കിൽ ക്യാപ്ചേർഡ് ആവേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലാണ് മൈക്കെല്ലാം യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മളെ സൗണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാതെ വെച്ച്. അപ്പോൾ ഗൈസ് നമ്മളെ ഫിൽറ്റർ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒച്ച നമുക്കിനി നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ റണ്ണിങ്ങിലുള്ള വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ മൊബൈലിൽ മൈക്കായതുകൊണ്ട് എത്ര ഉണ്ടാവും സൗണ്ട് എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുറേ കാറ്റടിക്കുന്ന വെച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ HP ഫിൽറ്ററിൻ്റെ സൗണ്ട്. ഇതിനെക്കാട്ട് സൗണ്ട് കിട്ടും. KNൻ്റെ ഫിൽറ്റർ 1000 മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ട് നല്ല സൗണ്ടുള്ള ഫിൽറ്ററെല്ലാം കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കല്ലേ അതും കൂടെ ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേക്കാം. ഓക്കെ.